ഹായ് ഓൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് കുറേ ലൈക്സും കമൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. മമ്മിക്ക് എന്താ പറയാനുള്ളത്? ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം മുമ്പോട്ട് പോകാനായിട്ട്. മമ്മിക്കൊരു സൂപ്പർ മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയ്ക്ക് കിട്ടിയ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ കേട്ടോ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇപ്രാവശ്യം മമ്മി എന്താ ഉണ്ടാക്കാൻ പോണത്? ചക്കക്കുരു. ചക്കക്കുരു കാപ്പിപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നു. ഗ്യാസ് കത്തിച്ചു. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ചീനിച്ചട്ടി ചൂടായിട്ടോ ചക്കക്കുരു ചക്കക്കുരൊക്കെ കഴുകി ഉണക്കിയതാണ് കേട്ടോ. ചക്കക്കുരു എവിടെ നിന്ന് കിട്ടിയ മമ്മിക്ക്? ഇവിടെ ചക്ക കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. പിന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുപോകുമ്പോൾ എടുത്ത് വെക്കും. ഇത് മൂക്കണ വരെ വറക്കണം. എത്ര മൂപ്പ് വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ കുറച്ച് കറക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ജെന്യൂനായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കണം കേട്ടോ. വരുന്ന വീഡിയോസൊക്കെ ആ കറക്ഷന്. ഇത് എന്തായിരുന്നു? ജാതിക്കും കറുവപ്പട്ടയും കരിയാമ്പൂക്ക് എത്ര അളവ്? നമുക്ക് ആവശ്യമില്ല. അങ്ങനെ അളവൊന്നുമില്ല. ഒന്നിനും അളവൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കണ അനുസരിച്ച് ഇതാക്കാം. പിന്നെ കുറച്ച് മല്ലി, കുറച്ച് ഏലക്കായ, കുറച്ച് ചുക്ക്, നാട്ടിലുള്ളവർക്ക് ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചക്കക്കുരൊക്കെ എളുപ്പമായിട്ട് കിട്ടണതല്ല. പ്രശ്നമില്ല. ഇവിടെയാണ് പ്രശ്നം. നാട്ടിൽ നിന്ന് വരുമ്പോൾ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരണ, മലയാളിക്കടയിൽ വരുമ്പോൾ പിന്നെ ചോള പറിച്ച് ചക്കക്കുര ഇരിക്കാൻ വരും. കാറ്റുണ്ട് ഒത്തിരി. അതാ ഗ്യാസ് ശരിക്കും കത്തണില്ല.
ഇതൊരു മൂപ്പാവണ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? മൂപ്പാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവില്ലേ? ഇന്ന് പുതിയ സാരിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലെ വീട്ടിലിരിക്കുന്ന സാരി എടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് പ്ലേറ്റിലേക്ക് മാറ്റുക. ചൂടാറിയിട്ട് പിന്നെ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ. ഉണ്ടാക്കിയത് ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം. കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം. ഉണക്കി കഴുകി ഉണക്കിയൊക്കെ ചക്കക്കുരു എന്താ ഇടിക്കണം? ജാതിക്കൊന്നും ഇടിച്ചിട്ട് അത് ചൂടാറിയിട്ട് പിന്നെ പൊടിക്കേണ്ടി വരും അല്ലേ? ഞാൻ പൊടിച്ചിട്ട് വരാന്ന് പറയാം. അത് കാണിക്കാം. അത് തണുത്തപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തു വറുത്തത്. എന്നിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് ചൂടാറി പൊടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ വരും പൗഡർ നന്നായിട്ട്. അതിന് പൊടി ബാക്കിയാണ് കാപ്പിപ്പൊടി. ഇനി അതിൽ കാപ്പിപ്പൊടി ആഡ് ചെയ്യാൻ ബാക്കിയാണ്. അപ്പോൾ മമ്മി ഏതാ യൂസ് ചെയ്യുന്നത്? നാട്ടില് ഏത് കിട്ടണായാലും കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ ഇപ്പൊ ഗുരുവാണ്, ഗുരു യൂസ് ചെയ്യും. ഏത് കാപ്പിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇതിട്ട എന്താ ടേസ്റ്റ് കിട്ടണേ? നമ്മളെന്തായാലും ഈ കാപ്പിപ്പൊടിൻ്റെ അല്ലേ. പിന്നെ ഇത് ചക്കക്കുരു, ജാതിക്ക എല്ലാം ശരീരത്തിന് നല്ലതാണല്ലോ. മഴക്കാലമൊക്കെ അല്ലേ. ഇപ്പൊ കൂടുതലൊക്കെ വരുന്നെങ്കിൽ ഇതൊക്കെ ഇട്ട് കുടിച്ചാൽ മതി. കട്ടൻ കാപ്പി പാലൊഴിച്ചും കുടിക്കാട്ടോ. ഇതൊരു പാക്കറ്റ്, ഒരു സാഷ എടുത്തല്ലേ? കോഫി പൗഡർ 2 പാക്കറ്റ്. 2 പാക്കറ്റ് 10 രൂപ. അത് മിക്സ് ചെയ്യണം. അവര് നാട്ടിലത്തെ കാപ്പിപ്പൊടി ഇല്ലാത്ത ഏറ്റവും നല്ലതാണ് കേട്ടോ കട്ടൻ കാപ്പിക്ക്. ഇത് എത്രയുണ്ട് പൊടി? അതൊക്കെ ഞാൻ കാണിച്ചു നോക്കാം. അതല്ല, ഇപ്പൊ ഒരാൾക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിക്കാം. സ്പൂണൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് കുറച്ചേ വേണം.
പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം, അല്ലെങ്കിൽ ശർക്കര ഇടാം. പഞ്ചസാര വേണം നിർബന്ധമില്ല. കുറച്ച് പൊടി, ഒരു ഗ്ലാസ്സിന് നല്ല വേണ്ടു, അപ്പോൾ കുറച്ചിട്ടാൽ മതി. സ്പൂണിന് അങ്ങനെ കുടിക്കണം. ചൂടല്ലേ? അതിനെന്താ സ്പൂണിന്റെ എന്താ കുടിച്ചാൽ അങ്ങനെ കാണിക്കണമെന്നോ? മധുരം കുറവ്. മധുരം കുറവാ കുഴപ്പമില്ല, പക്ഷെ മധുരം വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി. കഴിഞ്ഞില്ലേ ഉണ്ടാക്കല്? ഒരു അര സ്പൂണ് അര സ്പൂൺ ഇട്ടാൽ മതി. അര സ്പൂണ് പൗഡറും കോഫി പൗഡറും. അത് കാപ്പിപ്പൊടി അര സ്പൂൺ ഇടുക, പഞ്ചസാര ഇടുന്നവർക്ക് ഇടുക, അല്ലാത്തവർ അങ്ങനെ ഇടുക, അല്ലെങ്കിൽ ശർക്കര വേണ്ടവർക്ക് ശർക്കര ഇടുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും once again thank you so much. Bye bye.